നമ്മൾ ഇന്ന് വനം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും അധ്യക്ഷതയിൽ വയനാട്ടിലെ ജനപ്രതിനിധികളുടെ യോഗം ചേരുകയും അവർക്ക് ആശ്വാസമാകുന്ന കുറേയധികം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ തന്നെ നിയോഗിച്ച് അവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ആലോചനയാണോ മിനിസ്റ്റർ ഉള്ളത്? അല്ല, വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അതെന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നത്. ജനപ്രതിനിധികൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് മുഴുവനും പറയാനുള്ള അവസരം നൽകി അങ്ങനെയാണ് ചർച്ച പുരോഗമിച്ചത്. അതിൻ്റെ ഒടുവിലെത്തിച്ചേർന്ന നിഗമനങ്ങളിലൊന്ന് 3 ഡിവിഷനുകൾ ചേർന്നതാണ് വയനാട് ജില്ല. അവിടെ ഒരു ഏകോപനത്തിൻ്റെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് പരിഗണിച്ച് ഇപ്പോഴുള്ള CCFന് പുറമെ ഒരു സ്പെഷ്യൽ CCFനെ സ്പെഷ്യൽ ഓഫീസറായി അവിടെ നിയമിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിർദ്ദേശം അടുത്ത ദിവസം മുതൽ നടപ്പിലാക്കുകയും ചെയ്യും. മറ്റൊന്ന്, അവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ആ പ്രവർത്തനങ്ങളിൽ നല്ലൊരു പങ്ക് വഹിക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൂടിയാണ്, സ്ഥാപനങ്ങൾക്കാണ്. അവരങ്ങനെ ഒരു നിർദ്ദേശം ജില്ലാ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറഞ്ഞപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി കൂടി മിനിസ്റ്റർ, അവിടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനം വയനാട്ടിൽ വേണമെന്ന ആവശ്യം പൊതുവേ ഉണ്ട് എന്നുള്ളതാണ്. അല്ല, കൂട്ടായ പ്രവർത്തനം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കേണ്ടതുണ്ട് എന്നതാണ് നിർദ്ദേശത്തിൽ വരുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ വയനാട്ടിലെ മോഴയാനയുടെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അതിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത് മിനിസ്റ്റർ? അല്ല, അവിടെ കർണാടക സംഘം അവിടെ എത്തി എന്ന വിവരമൊക്കെ കിട്ടുന്നതുകൊണ്ട്. അല്ല, നമ്മുടെ സംഘവും ആനകളുടെ പുറകെയാണല്ലോ ഇപ്പോഴുള്ളത്. അവർ 24 മണിക്കൂറും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണം തുടരും. പറ്റിയ സന്ദർഭത്തിൽ അവിടെ മയക്കുവെടി വെച്ച് പിടികൂടാനും അതിനെ പരിശോധിച്ചതിന് ശേഷം മറ്റു നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചെടുത്തിട്ടുള്ള തീരുമാനമാണ്. നേരത്തെ അവിടെ ഈ ദൗത്യ സംഘത്തിൻ്റെ നേതൃത്വം നൽകിയ ഡോക്ടർമാരിൽ പ്രമുഖൻ അരുൺ സക്രി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനം കൂടി മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വനംവകുപ്പിന് കിട്ടണമെന്നൊരു ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. ആ ആവശ്യം ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പരിഹാരം കാണുന്നതാണ് എന്നാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള നിഗമനം. ഏതായാലും വയനാട്ടിലെ മോഴയാനയെ വലിയ സംഘം തന്നെ പിന്തുടർന്ന് പോകുന്നുണ്ട്. ഉടനെ അതിനെ പിടിക്കാനും കഴിയും. പിടിക്കാനുള്ള ശ്രമമാണ് ദൗത്യ സംഘം 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കത് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. ഏതായാലും ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ, മുഖ്യമന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ജനപ്രതിനിധികളുടെ പ്രശ്നം കേൾക്കാനാണ് യോഗം ചേർന്നത്.